ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഐഫോൺ 16 കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയിനായിട്ട് വരുന്ന 10 ചേഞ്ചസ് അല്ലെങ്കിൽ 10 ഫീച്ചേഴ്സ്, ന്യൂ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇത് ഓൾമോസ്റ്റ് 95% കൺഫേംഡ് ആണ്. അതിൽ താഴെ തന്നെ സൈസ് ആൻഡ് ഡിസൈനിലാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. അതായത് ഐഫോൺ 16 Pro വിൽ ഹാവ്, അതായത് 6.3 ഇഞ്ചസിന്റെ ഡിസ്പ്ലേ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. നമുക്കറിയാം മുമ്പത്തെ ഇപ്പോൾ ഇതൊക്കെ 6.1 ആണ്. അതുപോലെ തന്നെ പ്രോ മാക്സിൽ 6.9 വരെ വരുന്ന പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചിപ്സെറ്റ്, പുതിയ ചിപ്സെറ്റ് ആണ്. A18 ചിപ്സെറ്റ് എന്നാണ് വരാൻ പോകുന്നത്. 3 നാനോമീറ്ററിൽ വരുന്ന ചിപ്സെറ്റ്. കളേഴ്സിൽ നമുക്ക് സ്പേസ് ബ്ലാക്ക്, റോസ് ടൈറ്റാനിയം, അതുപോലെ തന്നെ 3 കളർ കൂടി വേറെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഫുള്ളി കുറച്ച് വിട്ടിട്ട്. പിന്നെ ബട്ടൺസിൽ നമുക്ക് ഇനി ക്യാപ്ചർ ബട്ടൺ, അതായത് ക്യാപ്ചർ ബട്ടൺ ഈസ് സെറ്റ് ടു ബി ലൊക്കേറ്റഡ് നിയർ ദ പവർ ബട്ടൺ ഓൺ ദ ഐഫോൺ 16 Pro മോഡൽസ്. അതായത് നമ്മുടെ പവർ ബട്ടന്റെ അടുത്തായിരിക്കും ഇനി ക്യാപ്ചർ ബട്ടൺ വരാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയൊരു ബട്ടണാണത്. പിന്നെ നമ്മുടെ ക്യാമറ ഉപയോഗിക്കാനുള്ള സംഭവം ഉണ്ടാവും. തെർമൽ ഇംപ്രൂവ്മെന്റ് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ ഗ്രാഫൈൻ തെർമൽ സിസ്റ്റം, അതുപോലെ തന്നെ മെറ്റൽ ബാറ്ററി കേസിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയതിൽ. ഒരു മിനിറ്റ്. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് 5G മോഡം ചിപ്പ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ലേറ്റസ്റ്റ് സംഭവം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ട്. 48 മെഗാപിക്സലിന്റെ മെയിൻ ആൻഡ് അൾട്രാവൈഡ് ക്യാമറാസ് ആണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ അലോങ് വിത്ത് ടെട്രാ പ്രിസം ആൻഡ് സൂം ലെൻസസ് ആയത് വന്നിരിക്കുന്നത്. പിന്നെ 5G മോഡം ചിപ്പ്, അതായത് സ്നാപ്ഡ്രാഗന്റെ X75 മോഡം ആണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ പുതിയത്. പിന്നെ നമുക്ക് Wi-Fi 7 വരുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും. നമ്മുടെ Wi-Fi 7 വന്നിട്ട് കാര്യമൊന്നുമില്ല, നമ്മുടെ ഇന്ത്യയിൽ വേറെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമൊന്നും ഇല്ല, വേറെ കാര്യം. പിന്നെ ബാറ്ററി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് 4676 mAh ബാറ്ററി ആയിരിക്കും പ്രോ മാക്സിൽ വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഐഫോൺ 15 Proയിൽ 4420, അപ്പോൾ ഓൾമോസ്റ്റ് 200 mAh കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ AI കപ്പാബിലിറ്റീസ് ആണ്. അതായത് ഐഫോൺ നമുക്ക് 16 ഇറങ്ങാൻ പോകുന്നത് iOS 18 അപ്പോൾ iOS 18 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് iOS 18 നമുക്ക് കുറേ AI ഫീച്ചേഴ്സ്, അതായത് നമുക്ക് പറയാം ഇപ്പോൾ സാംസങ് AI ഫീച്ചേഴ്സ് ഒക്കെ വന്നല്ലോ. അപ്പോൾ ഇതെൻ്റെ S23 ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ AI ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ iOSലും ഇഷ്ടംപോലെ AI ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം. പിന്നെ വേറൊരു എന്താ പറയുക, സ്പെക്കുലേഷൻ ഉള്ള സം ഫീച്ചർ എന്ന് പറയുന്നത് വോയിസ് റെക്കോർഡിംഗ് അല്ലെങ്കിൽ കോൾ റെക്കോർഡിംഗ് ആണ്. അത് പക്ഷേ ഉറപ്പില്ല കേട്ടോ, അത് ചാൻസസ് ഭയങ്കര കുറവാണ്. പക്ഷേ ഒരു 50% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ സാംസങ്ങിലൊക്കെ നമുക്ക് കോൾ റെക്കോർഡിംഗ് ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഐഫോണും ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ കേട്ടു. അത് ലീക്സ് ആണ്, അത് ഫേക്ക് ആണോ സംഭവമാണെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നത് ഐഫോൺ 16. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഐഫോൺ 16 മാറും കേട്ടോ. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 year ആയിട്ടുണ്ട്, 1 year കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇനി ഐഫോൺ 16 മോഡൽ വന്നാൽ ഞാൻ ഐഫോൺ 16 മാറും. എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും പിന്നെ ഇത് വാറണ്ടിയും കഴിഞ്ഞപ്പോൾ വാറണ്ടി കഴിഞ്ഞത് കയ്യിലുള്ള വെച്ചുകൊണ്ടിരിക്കാൻ കുറച്ച് പണിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം അപ്ഡേറ്റ് ആകുമ്പോൾ ഐഫോണിനായാലും ഇപ്പോൾ പണ്ടത്തെ നമ്മുടെ നോർമൽ നമ്മുടെ ഒപ്പോ OnePlusനൊക്കെ സ്ക്രീൻ ഇഷ്യൂ വരുന്ന പോലെ തന്നെ ഐഫോണിന് ഇപ്പോൾ ഇഷ്യൂ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു പേടി അപ്ഡേറ്റ് ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ പക്ഷേ സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. എന്ന് വെച്ചാൽ iOSനെ ഇപ്പോൾ സുഖമായിട്ട് ഹാക്കേഴ്സ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. അടുത്ത കാണാം.